ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. എന്തിനാ വന്നതെന്ന് ചോദിക്കല്ലേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഇന്നത്തെ സംഭവം എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാനാണ്. സ്കിന്നുള്ള ആൾക്കാരത്തെ റുട്ടീൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയണം. അപ്പം പക്ഷേ ഫസ്റ്റ് നിങ്ങൾ എൻ്റെ ഫേസ് കാണണം, എങ്ങനെയാണ് എൻ്റെ മുഖം ഇരിക്കുന്നത് കണ്ടോ. എൻ്റെ മൂക്ക് നോക്കൂ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എപ്പോഴും എൻ്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത് മൂക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോകാം. അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. നോട്ട് ചെയ്തോ, സ്കിൻ കെയർ റുട്ടീൻ. ഇതിപ്പോൾ എന്തിനാ ചെയ്യണമെന്നല്ലേ, എനിക്കൊരു കമൻറ്റ് വന്നിട്ടാ. എനിക്ക് വല്ലപ്പോഴൊക്കെ ഒരു നല്ല കമൻറ്റൊക്കെ വരാറുള്ളൂ. അങ്ങനെയല്ല, കമൻറ്റൊക്കെ കുറവായിരിക്കും, കമൻസ് ഒന്നും വരാറില്ല. അറിയാൻ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാറ്. അപ്പോൾ റെയറായിട്ട് വരുന്ന ആൾക്കാരുടെ കമൻസൊക്കെ ഞാൻ നോക്കുമ്പോൾ അതിൽ എന്നോടൊരു കൊച്ചു ചോദിച്ചാട്ടോ, ചേച്ചി സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരുമോ? അപ്പോൾ ആ ചോദ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കാരണം എൻ്റെ ഫേസ് കണ്ടിട്ട് ഒരാളെങ്കിലും ചോദിച്ചല്ലോ സ്കിൻ കെയർ കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഞാനിവിടെ വലിയ ഒരു സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ഞാനൊരു അങ്ങനെ സ്കിന്നിനെ പറ്റി കുറേ അറിവുള്ള ആളുമല്ല. കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് അതിൻ്റെ റിവ്യൂ കാണിച്ചിട്ട് അങ്ങനെ ആക്കാനുള്ള മൈൻഡും അല്ല. സംഭവം എന്ന് വെച്ചാൽ എനിക്കറിയണ കാര്യങ്ങൾ, നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ പറയാൻ പോണത് ബോയ്സിനും ഗേൾസിനും, അതായത് ഒരു ഏജ് 15, 13, 30 കേട്ടോ, 13, 15 അങ്ങനെയുള്ള വയസ്സുള്ള പിള്ളേർക്കും എൻ്റെ പ്രായമുള്ള ആൾക്കാർക്കും എത്തിയതായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏജ് കണക്കാക്കിയാണ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുക. അപ്പോൾ എന്തിനാണ് സ്കിൻ കെയറിലും ഏജ് ഡിപ്പെൻഡ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോയ്സിൻ്റെ കാര്യങ്ങൾ പറയാം ആദ്യം. ഓക്കെ, പിന്നെ നമുക്ക് ഗേൾസിൻ്റെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ ബോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ആൺകുട്ടികളുടെ ഹോർമോൺസിനും അതുപോലെ പെൺപിള്ളേരുടെ മാറും. അതുപോലെ ബോയ്സിൻ്റെ ഹോർമോൺസിന് ചേഞ്ചസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് മെയിനായിട്ട് കാണാൻ, നിങ്ങളുടെ സൗണ്ട് ചേഞ്ച് ചെയ്യും, മുടിയൊക്കെ വളരാൻ തുടങ്ങും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് മുഖക്കുരുക്കളും വരാൻ തുടങ്ങും. അപ്പോൾ ഇത് നമുക്കങ്ങനെ ഇതൊരു പ്രകൃതിയുടെ നിയമമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അനിയന്മാർക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു ഏജ് താണ്ടിയപ്പോഴേക്കും അവർക്ക് ഇങ്ങനെ കുരുക്കളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് സംഭവം എന്ന് വെച്ചാൽ നമുക്കത് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വരും, വരാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളൊന്നും ജസ്റ്റ് കെയറിങ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞുതരാവേ, കാരണങ്ങൾ ഫസ്റ്റ് പറയാം എന്തുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട് അത് കൂടാ. നമ്മൾ പൊതുവേ, അതായത് എൻ്റെയൊക്കെ മെയിൻ എന്ന് വെച്ചാൽ നെവർ മൈൻഡ്, വന്നിട്ട് പോട്ടെ എന്നുള്ള മൈൻഡിലൊക്കെയാണ് ഞാൻ നടക്കുന്നത്. അതൊക്കെ കൊണ്ടാണ് എൻ്റെ മൂക്കിൽ ഇത്ര അത്തക്കളൊക്കെ ഇരിക്കുന്നത്. ബോയ്സിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ പുറത്തൊക്കെ കളിക്കണതൊക്കെ കൂടുതലായിരിക്കും. ആ ഒരു ഏജ് അല്ല, ഒരു 10 വയസ്സിൽ കളിക്കണ പോലെ ആയിരിക്കില്ല. 15 വയസ്സിൽ പുറത്തൊക്കെ വരുമ്പോഴേക്കും കുരുക്കളാണല്ലോ മെയിനായിട്ട് മുഖത്തുള്ളത്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ മുഖം കഴുകാതിരിക്കുക, അണുക്കളൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. അതൊക്കെ ഒരു കാരണങ്ങളായിട്ട് വരും. ഓക്കെ, സ്കിൻ കെയറിൽ ശ്രദ്ധിക്കുന്ന കുട്ടികളുണ്ട്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. എൻ്റെ അനിയന്മാരുടെ കാര്യം പറഞ്ഞാൽ അവന്മാർ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്യടാ ഇത് ചെയ്യടാ, പക്ഷെ ഒന്നും ചെയ്യില്ല, അങ്ങനെ തന്നെ വിടും. അതാണ് ആൺകുട്ടികളുടെ ഒരു സംഭവം. പുറത്തൊക്കെ പോയി വരുമ്പോൾ, കളിക്കാനൊക്കെ പോയി വരുമ്പോഴൊക്കെ മുഖമൊക്കെ അങ്ങനെ തന്നെ ഇടുക, മുഖം കഴുകാതിരിക്കുക, അധികം ശ്രദ്ധിക്കാതെ എടുക്കുക. പിന്നെ ഗേൾസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം അവരിത്തിരി കോൺഷ്യസ് ആയിരിക്കും. അയ്യോ എൻ്റെ മൂക്കിൽ ഫസ്റ്റ് ഒരു കുരു വന്നു, എൻ്റെ മുഖത്ത് കുരു വന്നു എന്ന് കോൺഷ്യസ് ആയിരിക്കും കുട്ടികൾ. അപ്പോൾ 13 വയസ്സ് കഴിയുമ്പോൾ അത്യാവശ്യം ഓൾറെഡി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ 13 പോണ്ട, ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മെൻസ്ട്രേഷൻ സംഭവിക്കും. മെൻസ്ട്രേഷൻ കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾക്കും ഹോർമോൺസ് ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ സൈക്കിൾ കറക്റ്റാണോ, നമ്മുടെ വീട്ടിലെ സൈക്കിളല്ല, നമ്മുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ കറക്റ്റാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു വലിയൊരു ഘടകമാണ്. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നിങ്ങളത് ഡിലേ ആവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 മാസമൊന്നും ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് മാതാപിതാക്കളോട് പറയുക ഇങ്ങനെയൊക്കെ ഉണ്ട്, നല്ലൊരു ഡോക്ടറെ കണ്ട് എന്താണെന്ന് കണ്ടെത്തുക. PCOD കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സമയമാണ്. അതിന് മെയിൻ കാരണം നമ്മുടെ ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതൊക്കെ ഒരു കാരണങ്ങളാലേ നിങ്ങൾക്ക് മുടി ഒഴിച്ചിൽ, മുഖക്കുരുക്കളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് ചെയ്യുന്ന രീതി, ജങ്ക് ഫുഡൊക്കെ കുറയ്ക്കും, പപ്സ്, സമൂസ, അതൊക്കെ കഴിക്കേണ്ട പ്രായമാണ്. കഴിക്കേണ്ട പ്രായത്തിൽ നിങ്ങൾ കഴിക്കണം. അപ്പോൾ പക്ഷേ നമ്മൾ വേറെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കലൊന്നുമില്ല. നമ്മൾ കഴിച്ചങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ കൂടുതൽ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്ന പ്രായമല്ലല്ലോ, നമ്മളിങ്ങനെ കളിച്ച് രസിച്ച് നടക്കുന്ന സമയമല്ലേ. അപ്പോൾ കുരുക്കളൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ജങ്ക് ഫുഡൊക്കെ ഒരു മെയിൻ ഫാക്ടറായിട്ട് എടുക്കാം. പിന്നുള്ളത് നമ്മുടെ ഉറക്കം. നേരത്തെയൊക്കെ ഒരു
എന്താ പറയുക, ചേട്ടൻ ചേച്ചിമാരൊക്കെ ഉറങ്ങാതിരിക്കുള്ളൂ. പക്ഷെ നമ്മളും എന്നെ കൂട്ടണ്ട. നിങ്ങളിപ്പം പിള്ളേരായാലും ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു കറക്റ്റ് ഷെഡ്യൂൾസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ 11 മണിക്ക് കിടക്കും, അല്ലെങ്കിൽ 12 മണിക്ക് കിടക്കും, അല്ലെങ്കിൽ വല്ല 10 മണിക്ക് കിടക്കും. അങ്ങനെ ഓരോ ടൈപ്പാണ്. ചില സ്ട്രിക്ട് പാരൻസൊക്കെ ആണെങ്കിൽ കറക്റ്റ് ടൈമിന് ഉറങ്ങണം, കറക്റ്റ് ടൈമിൽ എഴുന്നേക്കണം എന്നൊക്കെ പറയണേ. എന്നാലും സ്ലീപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ കിടന്നാൽ മാത്രം പറ്റില്ലല്ലോ, ഉറങ്ങണ്ടേ, അതല്ലേ മെയിൻ സംഭവം. അപ്പോൾ കട്ടിലിൽ പോയി കിടക്കുന്നതല്ല കാര്യം, നമ്മൾ കറക്റ്റായിട്ട് കിടന്നപടി ഉറങ്ങിപ്പോകുന്നതാണ് കാര്യം. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് താളം തെറ്റിയ ഒരു ഷെഡ്യൂൾസ്, ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്കെങ്കിലും. ഇതേപോലെ പിന്നെ സ്ട്രെസ്സ്, ക്ലാസ്സിൽ സ്ട്രെസ്സ്, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. നാളെ ചിലപ്പോൾ വല്ല പ്രോജക്റ്റ് തന്നിട്ടുണ്ടോ, ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് എനിക്ക് ഓർക്കണം, അയ്യോ ഞാൻ മാപ്പ് വാങ്ങിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ ചില കുഞ്ഞു കുഞ്ഞു സ്ട്രെസ്സൊക്കെ കാരണങ്ങളും ഉണ്ടാവാം. പിന്നെ ഉള്ളത്, പുറത്തൊക്കെ പോയി വരുമ്പോൾ മേലാലി മുഖം കഴുകാതെ വീട്ടിൽ കയറിയേക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് 2 പേരുടെയും കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സെക്ഷനായിട്ട് പറയാം. ഓക്കെ, കുറേ ഓക്കെ പറയണ്ടല്ലേ. നിങ്ങൾ ബോത്ത് 2 പേരും 2 കൂട്ടരും, ബോയ്സ് ആൻഡ് ഗേൾസ് ആരായാലും ഓക്കെ, അല്ലാത്ത ആൾക്കാരായാലും ആരായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കണം. ഓയിലി ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, ഡ്രൈ ഉണ്ട്. എൻ്റെ കോമ്പിനേഷനാണ് ഈ ഇടയ്ക്കാണ് എനിക്ക് വെളിവ് വന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നതാണ് ഈ സെക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് വാഷ് ആണെങ്കിലും എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സോപ്പാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. അതേതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതെടുത്തിട്ട് മുഖം കഴുകിയിട്ട് നിങ്ങളൊരു 2 മണിക്കൂർ ഒന്നും അപ്ലൈ ചെയ്യരുത്. മുഖം അങ്ങനെ തന്നെ ഇടുക. മുഖമൊക്കെ നല്ലപോലെ ഒപ്പിയെടുക്കുക. ഇങ്ങനെ വടിച്ചെടുക്കരുത്, ഒപ്പിടുക. അങ്ങനെ എടുത്തതിന് ശേഷം 2 മണിക്കൂർ അങ്ങനെ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ ഓയിലി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്. ഇവിടെ ഇത്രയും ഭാഗത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. നിങ്ങൾക്ക് ഒന്നും തോന്നണില്ലേ, ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നാണ്. അങ്ങനെയാണ് നമ്മുടെ കണ്ടുപിടിക്കണേ, നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ. ഓക്കെ. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞാൽ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ സ്കിൻ കെയർ റുട്ടീൻ കാണിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാവേ. എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ് എഴുതി വെച്ചിരിക്കുന്നത് അവസാനം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, നേരം വെളുക്കുമ്പോൾ തന്നെ ഞാൻ പോയിട്ട് മുഖം കഴുകുമ്പോൾ ഒരു ഇങ്ങനെ കഴുകി അപ്പം തന്നെ പോകാനല്ല, നല്ല ഇത്തിരി സമയം കൊടുത്ത് ഞാനൊന്ന് മുഖം കഴുകും. ഞാൻ സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഉപയോഗിക്കുന്നുണ്ട്. പുറത്ത് പോകുമ്പോൾ അതിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ. അപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതാണ് 2ാമത്തെ കാര്യം. ഇനി 3rd കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴുള്ള കാര്യം പറയാം. നിങ്ങൾ ഒരു പില്ലോ കവർ ഇട്ടല്ലേ നമുക്ക് തലയാണ് യൂസ് ചെയ്യുന്നത്, അത് ആഴ്ചയിൽ മാറ്റുക. നമ്മുടെ തലയിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡാൻഡ്രഫൊക്കെ ഉള്ള തലയാണെങ്കിൽ, അപ്പോൾ എൻ്റെ മുടിയൊക്കെ നാശകോശമായി ഡാൻഡ്രഫൊക്കെ കൂടിയിട്ട്, അപ്പോൾ അങ്ങനെ ഡാൻഡ്രഫൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങുക. പിന്നെ വായിന്നൊക്കെ ഒലിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും നമ്മുടെ തലവേദനയിൽ. അപ്പോൾ അണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടും നമ്മുടെ മുഖത്തൊക്കെ കുരുക്കൾ വരും. പിന്നെ ഉള്ളത്, ഞാനിപ്പോൾ പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കും, ഒരു ചെറിയ മിനി ടൈപ്പ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ്. കാരണം വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ കുഞ്ഞി 15 രൂപയുടെ സംഭവമില്ലേ, അത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. പുറത്തൊക്കെ കുറേ നേരമൊക്കെ പുറത്തൊക്കെ നടക്കണമെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ദൂരയാത്ര പോകണമെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും, മുഖം കഴുകും. പിന്നെ ഞാൻ അങ്ങനെ മേക്കപ്പൊക്കെ യൂസ് ആക്കുന്ന ടൈപ്പല്ല. ഒരു ടൈപ്പും മേക്കപ്പും ഞാൻ യൂസ് ആക്കാറില്ല. കണ്ണ് പോലും എഴുതാറില്ല. അത് വേറെ കാര്യം. പൊട്ട് മാത്രമേ കുത്താറുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇപ്പം ലിബാമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനത് കാര്യം വെട്ടി പോണത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മുഖം കഴുകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കൂടുതലും മേക്കപ്പൊക്കെ യൂസ് ആക്കുന്ന ആൾക്കാർക്ക് പുറത്ത് പോകുമ്പോൾ മുഖം കഴുകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അതിനാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടാവുമല്ലോ, കണ്ണൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല, അപ്പോൾ അവർക്ക് വേണ്ടി ഉപകരിക്കും. അപ്പോൾ ടിഷ്യൂ പേപ്പേഴ്സ് കയ്യിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ ക്ലോത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് ഇങ്ങനെ വടിച്ചൊക്കെ അടുക്കളൊക്കെ ഇങ്ങനെ എടുക്കും. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എനിക്ക് ഇത്രയും ഭാഗത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഓയിലല്ല, മിക്സ് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ അത് യൂസ് ആക്കുന്നുണ്ട്. പിന്നെ പുറത്ത് പോയി വന്നാൽ അപ്പോൾ തന്നെ ഞാൻ മുഖം കഴുകും. നല്ലപോലെ മുഖം കഴുകും. സമയമെടുത്ത് മുഖം കഴുകും. ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണോ അത് വെച്ചിട്ട് നല്ലപോലെ മുഖം കഴുകും. പിന്നെ എനിക്ക് പെർട്ടിക്കുലറായിട്ട് ഒരു മുഖം തുടക്കാനും കുളിക്കുമ്പോഴും ടർക്കിയും ടവലൊക്കെ സെപ്പറേറ്റ് വേറെ ആരും യൂസ് ആക്കൂല. എൻ്റെ മാത്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ രാത്രി കിടക്കണ മുമ്പും ഞാൻ മുഖം കഴുകും. പിന്നെ ഞാനൊരു എവിടെയത് ഈ ആശാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എൻ്റെ സ്കിൻ ടൈപ്പിന് യോജിച്ചതാണെന്ന് പോലും അറിയാതെ ഞാൻ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ പിമ്പിൾസൊക്കെ ക്യൂർ ചെയ്യുന്ന ഒരു ഓയിൽമെൻറ്റാണ്. ഇതെനിക്ക് എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞു തന്നതാണ്. അവർ ഡോക്ടർമാരാണ്, അവർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ആർക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനത്തെ പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയില്ല. അവിടെ ഞാനത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു ഓയിൽമെൻറ്റ് വാങ്ങിച്ച് പറ്റിക്കോ, കുഴപ്പമില്ല.
നിങ്ങൾക്ക് ഒരു പരിധിക്കുള്ള ഓവർ കോൺഷ്യസ് ആവാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും പറ്റുന്ന പോലെ മുഖം ആവി കൊള്ളുക, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ മൂക്കിൽ കുറേ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ വരില്ലേ, കുത്തി കുത്തി പറിക്കാതിരിക്കുക. പിന്നെ മറ്റേ സ്ട്രിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് പറിച്ചെടുത്ത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ ഉള്ള കാര്യമല്ലേ, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം അത് ചെയ്യും തോറും നിങ്ങൾക്ക് അവിടെ കൂടത്തേ ഉള്ളൂ. അതാണ് എൻ്റെ മൂക്കിന് ഞാൻ പറഞ്ഞില്ലേ അത്തപ്പൂക്കളിട്ട പോലെ ഇരിക്കുന്നത്, അതുപോലെ വരരുത് നിങ്ങൾക്ക്. അതിനുവേണ്ടി ഞാൻ ഈ പറയുന്നത്. ലാസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോമൺ ഫേസ് പാക്കും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പോൾ ഇതേപോലത്തെ ആനമണ്ട കുരുക്കളാണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ എനിക്ക് 2 ആഴ്ച മുമ്പോ 3 ആഴ്ച മുമ്പായിട്ടേ വന്നതാണ്. ഇത് പോകാൻ സമയം പിടിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ കുരുവാണ് വരാറ്, വലിയ കുരുക്കളായിരിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് മറ്റേ പനിക്കൂർക്കില്ലേ, പനിക്കൂർക്ക ചതച്ചിട്ടാണ് വെക്കുക. നല്ല നീറ്റിലായിരിക്കും, പക്ഷെ അത് വെച്ചാൽ പയ്യെ പയ്യെ അത് പൊട്ടിപ്പൊക്കോളും. ഞാൻ വെക്കാത്ത സാധനമില്ല, അങ്ങനെ കണ്ടുപിടിച്ച. പിന്നെ വേറൊരു സാധനം, വേറെ ഏതൊരു ഇല ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഇലയുടെ പേര് എനിക്കറിയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ. അതുപോട്ടെ. പിന്നെ ഉള്ളതാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ വെള്ളമില്ലേ, അത് ഇട്ടിട്ട് അതായത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, എന്നിട്ട് അത് കൊണ്ടിട്ട് മുഖം കഴുകുക. പിന്നെ ആ വെള്ളം കൊണ്ട് തന്നെ ആവി പിടിക്കുക, അതും നല്ലതാണ്. പിന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ് വാഷൊക്കെ വാങ്ങണ്ട, എനിക്ക് സർവ്വനിറം വാങ്ങാനൊന്നും നേരമില്ല. അതാണെങ്കിൽ നിങ്ങൾ കടലപ്പൊടി ഇല്ലേ, കടലപ്പൊടി അല്ലെങ്കിൽ പയറുപൊടി. കടലപ്പൊടി മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഓയിലി സ്കിന്നുകൾ ഉള്ള ആൾക്കാർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെ പയറുപൊടിയും നല്ലതാണ്. പയറുപൊടി തലയിൽ തേക്കണം നല്ലതാണ്, മുഖത്തും തേക്കണം നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അത്ര വൃത്തിക്കാണോ പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ നിങ്ങളോട് എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്നുള്ള മൈൻഡിലാണ് ഈ പറയണത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, അത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചേച്ചി ഇങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല, ഇത്തിരി കൂടി വൃത്തിക്ക് പറയണം എന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളപ്പോൾ ശരി എന്നാ. അയ്യോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി എന്നാ.